ഹായ് ഓൾ. കമ്പനിയുടെ യൂണിറ്റ് 6 മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ കമ്പനിയുടെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രൊമോഷൻ പഠിച്ചു, ഫോർമേഷൻ പഠിച്ചു, അതിനകത്ത് എന്തൊക്കെ ട്രിബ്യൂണൽസിനെ കുറിച്ച് പഠിച്ചു, ആരൊക്കെയാണ് അതോറിറ്റീസ്, വേരിയസ് അതോറിറ്റീസ് റിലേറ്റഡ് ടു കമ്പനി ഉണ്ടോ എന്നുള്ളതൊക്കെ പഠിച്ചു. അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് പ്രൊമോട്ടേഴ്സ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യം. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. According to Palmer, the Memorandum of Association is a document of great importance in relation to the proposed company. It contains the object for which the company is formed and therefore identifies the possible scope of its operations beyond which its actions cannot go. It is defined as well as contains the powers of the company. If anything is done beyond these powers, it may be ultra vires the company and so void. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഒരു പ്രൊപ്പോസ്ഡ് കമ്പനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. അതാണ് കമ്പനീൻ്റെ ഒബ്ജക്റ്റീവ്. ഒരു കമ്പനി ഫോം ചെയ്യാനുള്ളതിൻ്റെ ഒബ്ജക്റ്റീവും അതിൻ്റെ പോസിബിൾ സ്കോപ്പ്, ഏതൊക്കെ രീതിയിൽ അതിന് ഓപ്പറേഷൻസ് ചെയ്യാം, എന്തൊക്കെ ആക്ഷൻസ് അവർക്ക് ചെയ്യാം എന്നുള്ളതെല്ലാം ഡിസൈഡ് ചെയ്യുന്നതും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും എല്ലാം പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലാണ്. ഒരു കമ്പനിയുടെ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെമ്മോറാണ്ടം നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാവുക. അതേമാതിരി അതിൽ കൂടുതൽ ഇപ്പം മെമ്മോറാണ്ടത്തിൽ പറയുന്ന ഒബ്ജക്റ്റീവ്സും ഓപ്പറേഷനിൽ കൂടുതൽ അതിൻ്റെ ഔട്ട്സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അൾട്രാ വയർസാണ്. അത് ഡീറ്റെയിൽ നമ്മൾ പഠിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വോയിഡാണ്, അത് വാലിഡ് അല്ല. അതിൻ്റെ പുറത്ത് അവരുടെ ഒബ്ജക്റ്റീവിൽ പുറത്ത് അവരെന്ത് ചെയ്താലും അത് വാലിഡ് അല്ല. മെമ്മോറാണ്ടം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും എല്ലാവർക്കും മനസ്സിലാവും അവരുടെ മണി എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസിനാണ് യൂസ് ചെയ്യുന്നത്, അവരുടെ മണി കൊണ്ട് എന്തൊക്കെ പേർപ്പസസ് ആണ് ചെയ്യുന്നത്, എത്രത്തോളം റിസ്ക് ഉണ്ട് ആ ബിസിനസ്സിന്. ഇതെല്ലാം നമുക്ക് മെമ്മോറാണ്ടം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. മെമ്മോറാണ്ടം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടാണ് കൺസിഡർ ചെയ്യുക. അടുത്തത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വെദർ ആൻഡ് അൺആൾട്ടേർഡ് ചാർട്ടഡ്. അതായത് മെമ്മോറാണ്ടം ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്കത് ചേഞ്ച് ചെയ്യാൻ കഴിയും, പക്ഷേ അത് ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും നമുക്ക് തോന്നിയ മാതിരി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. മെമ്മോറാണ്ടത്തിൻ്റെ പുറത്ത് മെമ്മോറാണ്ടത്തിൽ പറയുന്ന നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെയും സ്കോപ്പിൻ്റെയും പുറത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വാലിഡ് അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനകത്ത് മെമ്മോറാണ്ടത്തിന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതിനകത്തുള്ള ഒബ്ജക്റ്റീവിൽ പറഞ്ഞ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞ പർപ്പസിനും മാത്രമേ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മണി യൂസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതേമാതിരി മെമ്മോറാണ്ടം നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. According to Section 13 of the Act provides that except the capital clause, a company may by a special resolution and after complying with the procedure specified in this section alter the provisions of the memorandum. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി മെമ്മോറാണ്ടത്തിൻ്റെ പ്രൊവിഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, എക്സെപ്റ്റ് ഫോർ ക്യാപിറ്റൽ ക്ലോസ് ഒഴിച്ച് ബാക്കിയെല്ലാം സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി ചേഞ്ച് ചെയ്യാം. ക്യാപിറ്റൽ ക്ലോസ് ഓർഡിനറി റെസൊല്യൂഷൻ മതി ചേഞ്ച് ചെയ്യാനായിട്ട്. അതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അടുത്തത് ഫോം ഓഫ് മെമ്മോറാണ്ടം. ഒരു കമ്പനി മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്യുന്നതിന് കുറച്ച് ഫോംസ് ഉണ്ട്. അതായത് ഓരോ ടൈപ്പ് ഓഫ് കമ്പനിക്കും ഓരോരോ ഫോമാണ് കൊടുത്തിട്ടുണ്ടാവുക. സെക്ഷൻ 4 സബ്സെക്ഷൻ 6 മെമ്മോറാണ്ടത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേബിൾസ്, അതായത് ഏത് ടേബിളാണ് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനത്തെ ഫോം ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ കമ്പനിക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേബിൾസും ഷെഡ്യൂളൊക്കെയാണ് ഫോം ചെയ്യേണ്ടത്. അത് ഷെഡ്യൂൾ 1 ആണ് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 3 and 4 read with section 7 and the rules were thereunder require the memorandum to be signed by at least 7 persons in case of public company. മെമ്മോറാണ്ടം അറ്റ്ലീസ്റ്റ് പബ്ലിക് കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 7 persons എങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടാവണം. അറ്റ് ദ പ്രസൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 വിറ്റ്നസ്, അതായത് ഏതെങ്കിലും ഒരു ദൃക്സാക്ഷിയെങ്കിലും വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് മിനിമം 7 പേരെങ്കിലും പബ്ലിക് കമ്പനി ആണെങ്കിൽ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി ഒരു വിറ്റ്നസ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അത് 2 ആണ്. ഈച്ച് ഓഫ് ദി സബ്സ്ക്രൈബേഴ്സ് മസ്റ്റ് റൈറ്റ് ഓപ്പോസിറ്റ് ഹിസ് നെയിം നമ്പർ ഓഫ് ഷെയർസ് ഹി ടേക്ക്. ഓരോ സബ്സ്ക്രൈബേഴ്സും അവരെത്രത്തോളം ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയണം. ദി സിഗ്നേറ്ററീസ് ടു ദി മെമ്മോറാണ്ടം ഷാൽ ആഡ് ദയർ അഡ്രസ്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഒക്യുപ്പേഷൻ. മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ അവരുടെ അഡ്രസ്സും ഡിസ്ക്രിപ്ഷൻസും ഒക്യുപ്പേഷനും എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ട് ഉണ്ടാവണം. ഇനി അതിനകത്ത് തന്നെ ടേബിൾസ് ആണ്. ടേബിൾ എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിന് വേണ്ടിയിട്ടുള്ളതാണ്. ടേബിൾ ബി എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ.
കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, പക്ഷേ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിക്കാണ് ടേബിൾ ബി യൂസ് ചെയ്യുക. ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിക്ക് ടേബിൾ സി യൂസ് ചെയ്യും. ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത അൺലിമിറ്റഡ് കമ്പനിക്ക് ടേബിൾ ഡി, ഷെയർ ക്യാപിറ്റൽ ഉള്ള അൺലിമിറ്റഡ് കമ്പനിക്ക് ടേബിൾ ഇ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂള് പ്രകാരം വിറ്റ്നസ് ചെയ്യേണ്ട ഡിക്ലറേഷനാണ് ഇത് ഈ പറയുന്നത്. I witness to subscribe or I witness to subscriber or subscriber who has or have subscribed and signed in my present date and place to be given. Further, I have verified his or her ID for the identification satisfied. ഇതാണ്, അതായത് ഇതുവരെയാണ് വിറ്റ്നസ് ചെയ്യേണ്ട ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുൻപാകെയാണ് സബ്സ്ക്രൈബർ അവരുടെ സൈൻ ഇട്ടത്, അതേമാതിരി അവരുടെ IDs എല്ലാം ഞാൻ വെരിഫൈ ചെയ്തതാണ്, അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ എല്ലാം ഞാൻ വെരിഫൈ ചെയ്തതാണ്, അവരെഴുതിയ കാര്യങ്ങളൊക്കെ പ്രോപ്പറാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നതാണ് വിറ്റ്നസ്. അത് വിറ്റ്നസ് ചെയ്തേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്, അതായത് ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെയുള്ള കാര്യം. ഓക്കെ, സബ്സ്ക്രൈബർ ടു ദി മെമ്മോറാൻഡം ഈസ് ഇല്ലിറ്ററേറ്റ്, അതായത് ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ മെമ്മോറാൻഡം വാങ്ങിച്ച ഒരാൾ, സബ്സ്ക്രൈബർ ചെയ്ത ഒരാൾ ഇല്ലിറ്ററേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സിഗ്നേച്ചറിന് പകരം തമ്പ് ഇംപ്രഷൻ മതിയാകും. അപ്പം ഈ തമ്പ് ഇംപ്രഷൻ വാലിഡ് ആണെന്നൊക്കെ അവർക്കും ഒരു വിറ്റ്നസ് ഉണ്ടാവണം. ഈ ഷാൽ ഓൾസോ, അതായത് വേറെ കൂടെയുള്ള ഒരാൾ അവർക്ക് മെമ്മോറാൻഡത്തിൽ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും എല്ലാ കാര്യങ്ങളും വേറൊരാൾ വായിച്ച് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് വേണം തമ്പ് ഇംപ്രഷന് വയ്ക്കാനായിട്ട്. അതേമാതിരി ഒരു ബോഡി കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ബോഡി കോർപ്പറേറ്റിൻ്റെ ഡയറക്ടറോ ഓഫീസറോ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആളായിരിക്കണം സൈൻ ഇടേണ്ടത്. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ സൈൻ ഇട്ടാലും മതിയാവും. അപ്പോൾ അതാണ് ഫോം ഓഫ് മെമ്മോറാൻഡം. ഒരു മെമ്മോറാൻഡത്തിൽ എന്തൊക്കെ വേണമെന്നുള്ളതാണ്. സെക്ഷൻ 4 requires the memorandum of a company to contain the following. Contents of memorandum. സെക്ഷൻ 4 പറയുന്നത്, ഫസ്റ്റ് കമ്പനിയുടെ പേര്, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വേണം പേരിന്, ബാക്കി അല്ലെങ്കിൽ പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അത് വേണം. പിന്നെ ദിസ് ഡസ് നോട്ട് അപ്ലൈ ടു കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 8 കമ്പനീസ് വിത്ത് ചാരിറ്റബിൾ, അതായത് ചാരിറ്റബിൾ ഒബ്ജക്ട്സ് ആയിട്ട് വരുന്ന കമ്പനിക്ക് ഇത് ബാധകമല്ല, അതായത് പേരിൻ്റെ കൂടെ ലിമിറ്റഡോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡോ ചേർക്കേണ്ട ആവശ്യം ഇല്ല. അതേമാതിരി 1% കമ്പനി ആണെങ്കിൽ 1% കമ്പനിന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി ഏത് കമ്പനി എവിടെയാണോ, ഏത് സ്റ്റേറ്റിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ഏത് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അണ്ടറിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ സ്റ്റേറ്റിൻ്റെ പേര് വേണം. അതേമാതിരി കമ്പനി ഫോം ചെയ്യാനുള്ളതിൻ്റെ ഒബ്ജക്ട്സ് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവണം. പിന്നെ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈപ്സ് ഓഫ് കമ്പനീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അത് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണോ അൺപെയ്ഡ് ആയിട്ടുള്ളത് അത് മെമ്മോറാൻഡത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെന്നുണ്ടെങ്കിൽ എത്രയാണോ നമ്മളെ എമൗണ്ട്, അത് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് എത്രയാണോ എമൗണ്ട് അത് അത് എത്രയാണെന്ന് മെൻഷൻ ചെയ്യണം. അയാൾ മെമ്പർ ആയിട്ടില്ല, മെമ്പർ ആയിരുന്ന സമയത്താണ് വൈൻഡിങ് അപ്പ് എന്നുണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കണം. അല്ലെങ്കിൽ വിത്തിൻ 1 year ആഫ്റ്റർ സീസസ് ടു ബി മെമ്പർ, അതായത് ഒരാൾ മെമ്പർ അല്ലാതെ ആവുന്ന സമയത്ത്, മെമ്പർ അല്ലാതെ ആയിട്ട് ഒരു 1 yearനുള്ളിലാണ് വൈൻഡിങ് അപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലും ഈ ഗ്യാരണ്ടി ചെയ്ത എമൗണ്ട് കൊടുക്കണം. രണ്ടാമത്തത് ടു ദി കോസ്റ്റ് ചാർജസ് ആൻഡ് എക്സ്പെൻസസ് ഓഫ് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് വരുന്ന എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എമൗണ്ട് ഗ്യാരണ്ടി ചെയ്യാറുണ്ട്. പിന്നെ മെമ്മോറാൻഡത്തിൽ വരേണ്ട ഒരു കാര്യമാണ് ഇൻ ദി കേസ് ഓഫ് കമ്പനി ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഉള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്ത് പറയണം. എത്ര എമൗണ്ടിൻ്റെ ഷെയർസാണ് എത്ര രൂപയ്ക്കായിട്ടാണ് വിറ്റത്, അതായത് ഇപ്പോൾ 1 lakh ഷെയർസാണ് ടോട്ടൽ ഉള്ളത്, നമ്പർ ഓഫ് ഷെയർസ് 1 lakh ആണ്, ഒരു ഷെയറിൻ്റെ പ്രൈസ് 100 ആണ്, അങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് വേണം പറയാനായിട്ട്. പിന്നെ ഓരോ മെമ്പേഴ്സും ഓരോ സബ്സ്ക്രൈബേഴ്സും എത്ര ഷെയർസാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് അതിനകത്ത് മെൻഷൻ ചെയ്യണം. 1% കമ്പനി ആണെന്നുണ്ടെങ്കിൽ അയാളുടെ നോമിനി അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആരുടെക്കാണോ ഓണർഷിപ്പ് പോകുക എന്നുള്ളത് മെമ്മോറാൻഡത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ഇതാണ് കണ്ടൻസ് ഓഫ് മെമ്മോറാൻഡം. എന്തെങ്കിലും മെമ്മോറാൻഡത്തിൽ കമ്പനീസ് ആക്ടിന് എതിരായിട്ട് പ്രൊവിഷൻസിന് എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ
അത് ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മാറില്ല, അതായത് ഇൻകോർപ്പറേഷൻ ചെയ്യാനായിട്ട് കഴിയില്ല. ഇറ്റ് വിൽ ബി ഡിവോയ്ഡ് ഓഫ് എനി ലീഗൽ എഫക്റ്റ്. ആ മെമ്മോറാണ്ടത്തിന് ലീഗൽ എഫക്റ്റും ഉണ്ടാവില്ല. അടുത്തത് നെയിം ക്ലോസ്. പ്രൊമോട്ടേഴ്സാണ് യൂഷ്വലി കമ്പനിക്ക് പേര് സജസ്റ്റ് ചെയ്യുക. അവർ 3-4 പേര് സജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ പേര് സജസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ, ലാസ്റ്റ് വേർഡ് ഇൻ ദി നെയിം ഓഫ് ദി കമ്പനി. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് ആണോ അല്ലെങ്കിൽ ഗ്യാരണ്ടി ആണെങ്കിലും ലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കമ്പനീൻ്റെ കൂടെ ചേർക്കണം. അതായത് പിന്നെ അതേമാതിരി നേരത്തെ പറഞ്ഞ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, പറയുന്ന പേര് ഓൾറെഡി ഉള്ളൊരു കമ്പനിയായിട്ടോ ഒരു കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയായിട്ട് റിസംബിൾ, ഭയങ്കര ചേർന്ന് നിൽക്കുന്ന പേരാകാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ പേര് വിവോ എന്നാണെന്നുണ്ടെങ്കിൽ സിവോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചേർന്ന് നിൽക്കണ, ഭയങ്കര സിമിലർ ആയിട്ടുള്ള പേര് ഇടാനായിട്ട് പാടില്ല. അതാണ് ദി നെയിം സ്റ്റേറ്റഡ് ഇൻ ദി മെമ്മോറാണ്ടം ഈസ് നോട്ട് ഐഡന്റിക്കൽ വിത്ത് ഓർ റിസംബിൾ ടു നിയർലി ടു ദി നെയിം ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി പ്രീവിയസ് കമ്പനി ലോ or such that its use by the company will constitute an offence under any law for the time being in force. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന പേര് വേറൊരു കമ്പനിയായിട്ട് ഭയങ്കര റിസംബ്ലൻസ് ഐഡൻറ്റിക്കൽ ആകാനായിട്ട് പാടില്ല. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലോ പ്രകാരം അതൊരു ഒഫൻസായിട്ട് കൂട്ടുന്ന ഒരു പേരാകാൻ പാടില്ല നമ്മളിടുന്ന പേര്. അതേമാതിരി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് കുറച്ച് പേരുകളുണ്ട്, കുറച്ച് വേർഡ്സ് ഉണ്ട്, അതൊന്നും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല നമ്മളെ കമ്പനിക്ക് പേരിടാൻ നേരത്ത്. ഫർദർ എ കമ്പനി ഷാൽ നോട്ട് ബി രജിസ്റ്റർഡ് വിത്ത് എ നെയിം വിച്ച് കണ്ടെയ്ൻസ് എ വേർഡ്, എനി വേർഡ് ഓർ എക്സ്പ്രഷൻ വിച്ച് ഇസ് ലൈക്ലി ടു ഗിവ് ദി ഇംപ്രഷൻ ദാറ്റ് ദി കമ്പനി ഈസ് ഇൻ എനി വേ കണക്റ്റഡ് വിത്ത്, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി, അങ്ങനെ മുനിസിപ്പാലിറ്റി, പ്രൈം മിനിസ്റ്റർ, അങ്ങനെ ഇങ്ങനെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു പേര് ഉണ്ടാകാം, നമ്മൾ ഇടാൻ വേണ്ടി പാടില്ല. ഓർ സച്ച് വേർഡ് ഓർ എക്സ്പ്രഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ദി പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദി ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടാവും കുറച്ച് വേർഡ്സ്, അങ്ങനെ വേർഡ്സ് ഇടണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ കിട്ടണം, അല്ലാതെ ആ പേരും ഇടാൻ പാടില്ല. ആ വേർഡ് നമ്മളെ നെയിമിൻ്റെ കൂടെ കൂട്ടാനായിട്ട് പാടില്ല. അടുത്തത് അൺഡിസൈറബിൾ നെയിംസ്. Rule 8 of the Companies Rule 2014 is amended by the Companies Act, Companies Rule 2019, framed by the Central Government under the Companies Act 2013 in this regard provided as follows. അതായത് കമ്പനീസ് റൂൾസ് 2014 സെൻട്രൽ ഗവൺമെൻറ് അമെൻഡ് ചെയ്ത കാര്യമാണ് ഈ റൂൾ 8 വരുന്നത്. അതാണ് അൺഡിസൈറബിൾ നെയിംസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇപ്പോൾ പ്രപ്പോസ്ഡ് നെയിം എല്ലാം ഭയങ്കര, അതായത് എല്ലാം സിമിലർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതായത് 3-4 നമ്പർ പേരുകൾ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു, നമ്മൾ ഓർഡർ ഓഫ് പ്രിഫറൻസിനനുസരിച്ച് അങ്ങനെ 3-4 കൊടുക്കുന്ന നമ്പറും ഭയങ്കര സിമിലർ ആവാനായിട്ട് പാടില്ല. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നെയിം വേണം നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യാനായിട്ട്. അതായത് അത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു പേര് കൊടുത്തു, വിവോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വിവോ എന്ന് പേര് കൊടുക്കുമ്പോൾ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു ഓപ്ഷൻ കൊടുത്തു, രണ്ടാമത്തെ ഓപ്ഷൻ ഫുൾ സ്മോൾ ലെറ്ററിൽ കൊടുത്തു, മൂന്നാമത്തെ ഓപ്ഷൻ ഫസ്റ്റത്തെ ക്യാപിറ്റൽ ലെറ്ററിൽ ബാക്കി ഫുൾ സ്മോൾ ലെറ്റർ. അങ്ങനെ കേസും ലെറ്റേഴ്സും ഫോണ്ടും വ്യത്യാസം മാത്രം വരുത്തിയിട്ട്, അതേമാതിരി സ്പേസിംഗ് ഒക്കെ വ്യത്യാസം വരുത്തിയിട്ട് അങ്ങനെ മാത്രമായിട്ട് ഓപ്ഷൻസ് കൊടുക്കരുത്. അതേമാതിരി 3-4 വേർഡ് ഉണ്ട്, അത് കമ്പൈൻ ചെയ്തിട്ടൊരു ഓപ്ഷൻ, ആ വേർഡ്സ് മാറ്റി വേറെ ഇതാക്കിയിട്ട് ഓപ്ഷൻ അങ്ങനെ കൊടുക്കരുത്. അതേമാതിരി യൂസിങ് ഡിഫറെൻറ്റ് ഫോണറ്റിക് സ്പെല്ലിങ്സ്, അതായത് ഒരേ സൗണ്ട് പ്രൊണൗൺസിയേഷൻ ഒന്ന് തന്നെ വരുന്നത്, അതേമാതിരി കൊടുക്കരുത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് PQ, ആൽഫബറ്റ് PQ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുക്കും. അതേമാതിരി പിന്നെ PPEE QUE എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുക്കും. അങ്ങനെ കൊടുക്കാനായിട്ട് പാടില്ല. നാലാമത്തതിന് അഡീഷൻ ഓഫ് ആൻ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ഡെസിഗ്നേഷൻ, അതായത് .com .net.edu അങ്ങനെ വെച്ചിട്ട് പേര് സജസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതേമാതിരി അഡീഷൻ ടു വേർഡ്സ് ലൈക്ക് ന്യൂ, മോഡേൺ, നവി, ശ്രീ, ഇതൊക്കെ ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്, ഇന്ന സംഭവങ്ങളൊന്നും യൂസ് ചെയ്യരുതെന്ന്. അങ്ങനെ ഇങ്ങനത്തെ ഈ വേർഡ്സുകളൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതേമാതിരി ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ദി സെയിം വേർഡ്സ്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ബിൽഡേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് ലിമിറ്റഡ് എന്ന് ഒരു പേര് കൊടുക്കും, അതിനായിട്ട് കോൺട്രാക്ടേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ
ഒരു സെയിം വേർഡ്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷനിൽ നമ്മൾ നെയിംസ് സജസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് ഇഫ് ദി പ്രപ്പോസ് നെയിം ഈസ് ഇൻ ഹിന്ദു ഓർ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, അതായത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ പറ്റില്ല. അതായത് ഓരോ ഭാഷയിലും സെയിം മീനിങ് വരുന്ന ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ വരുന്ന വേർഡ്സ് ആണെങ്കിലും അങ്ങനെ നെയിംസ് സജസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതൊക്കെ അൺഡിസൈറബിൾ ആയിട്ടാണ് കൂട്ടുക. ആൻഡ് എഗെയിൻ എ നെയിം ഷാൽ ബി കൺസിഡർഡ് അൺഡിസൈറബിൾ ഇഫ് ഇറ്റ് അറ്റാച്ച് ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 3 ഓഫ് ദി എംബ്ലംസ് ആൻഡ് നെയിംസ് ആക്ട്. എംബ്ലംസ് ആൻഡ് നെയിംസ് ആക്ട് 1950 പ്രകാരം സെക്ഷൻ 3 പ്രകാരം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അട്രാക്റ്റ് ചെയ്യുന്ന പേരുകളൊന്നും ഡിസൈറബിൾ അല്ല, അത് അൺഡിസൈറബിൾ ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദി നെയിം ഓഫ് എ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക്, അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് ട്രേഡ് മാർക്കിൻ്റെ ബേസിലാണ് പേര് വരുന്നത് എന്നുണ്ടെങ്കിൽ അതും അൺഡിസൈറബിൾ ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എനി വേർഡ്സ് വിച്ച് ആർ ഒഫൻസീവ് ടു എനി സെക്ഷൻ ഓഫ് ദി പീപ്പിൾ, ഒരു പ്രത്യേക സെക്ഷൻ ഓഫ് ഗ്രൂപ്പിന് മോശം വരുന്ന രീതിയിൽ, അവർക്ക് ഒഫൻസീവ് ആവുന്ന രീതിയിലുള്ള വേർഡ്സ് നമ്മൾ കമ്പനിക്ക് ഇടാനായിട്ട് പാടില്ല. എ നെയിം ഷാൽ ഓൾസോ ജനറലി ബി കൺസിഡേർഡ് അൺഡിസൈറബിൾ if the proposed name is identical with or too nearly resembles the name of a limited liability partnership. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ പേരുമായിട്ട് വളരെ റിസംബിൾ ചെയ്ത് സിമിലർ ആയിട്ടുള്ള പേര് പ്രപ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് ദി നെയിം റിഫ്ലെക്ട്സ് ഒബ്ജക്ട്സ് ഓഫ് ദി കമ്പനി ആൻഡ് ഈസ് നോട്ട് ഇൻ കോൺസെൻസ് വിത്ത് ദി പ്രിൻസിപ്പൽ ഒബ്ജക്ട്സ് ഓഫ് ദി കമ്പനി. അവർ ഒബ്ജക്റ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതും അതേമാതിരി പ്രിൻസിപ്പൽ ഒബ്ജക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാത്തതുമായിട്ടുള്ള പേരുകൾ സജസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. കമ്പനീസ് മെയിൻ ബിസിനസ് ഇസ് ഫിനാൻസ്, ലീസിങ്, ചിറ്റ് ഫണ്ട്, അതായത് കമ്പനിയുടെ പേരിൽ ഫിനാൻസിങ്, ലീസിങ്, ചിറ്റ് ഫണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്യൂരിറ്റീസ് അങ്ങനെയുള്ള വേർഡ് ഇടണം എന്നുണ്ടെങ്കിൽ അവർ അങ്ങനത്തെ ബിസിനസ്സിൽ തന്നെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയിൽ തന്നെ ഉണ്ടാവുന്ന ആളാണ്. അതായത് ഒരു ചിറ്റ് ഫണ്ട് എന്ന് ഇടുമ്പം ചിറ്റ് ഫണ്ട് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാവുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ വേർഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് റിസംബിൾസ് ക്ലോസ്ലി ദി പോപ്പുലർ അബ്രിവേറ്റഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. ഓൾറെഡി ഉള്ളൊരു കമ്പനി ആണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ളൊരു കമ്പനീൻ്റെ അബ്രിവേഷനായിട്ട്, അതായത് ഇപ്പോൾ ഒരു വലിയൊരു കമ്പനീൻ്റെ ഷോർട്ട് ഫോമായിട്ട് എടുക്കാൻ അതേമാതിരിയുള്ള നെയിംസ് സജസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് ദി പ്രൊപ്പോസ്ഡ് നെയിം ഈസ് ഐഡൻറ്റിക്കൽ with or too nearly resembles the name of a company limited liability partnership incorporated outside India. ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്ത കമ്പനി ആണെങ്കിൽ പോലും അങ്ങനത്തെ കമ്പനികളുടെ പേരുമായിട്ട് കൂടുതൽ ഐഡൻറ്റിക്കലോ സിമിലറോ ആവാനായിട്ട് പാടില്ല. ഇനി ഇന്ത്യൻ്റെ പുറത്ത് രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയാണ്, ഒരു ഫോറിൻ കമ്പനിയാണ്, അവർക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഒരു ഇത് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെയാകുമ്പോൾ ദി പ്രൊപ്പോസ്ഡ് നെയിം ഇംപ്ലൈസ് അസോസിയേഷൻ ഓർ കണക്ഷൻ വിത്ത് എംബസി ഓർ കൺസുലേറ്റ് or a foreign government. It may be allowed with the addition of word India or name of an Indian state or city if otherwise available. അതായത് അവരുടെ കമ്പനിയുടെ പേരിൻ്റെ കൂടെ നമ്മളെ കൺട്രീൻ്റെ പേര് ഇന്ത്യ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യൻ്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ സിറ്റി കൂടെ ചേർത്തിട്ടുണ്ടാവണം. ഇഫ് അതർവൈസ് അവൈലബിൾ പ്രൊപ്പോസ് നെയിം, അതായത് ആ പേര് ഒരു അസോസിയേഷനോ ഒരു എംബസീനെ കണക്ട് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. അതേമാതിരി ഒരു നാഷണൽ ഹീറോ, ഇപ്പോൾ നമ്മളിവിടെ ആകുമ്പോൾ ഗാന്ധിജീൻ്റെ പേരൊക്കെ വെച്ചിട്ട് അങ്ങനെയൊന്നും നമ്മൾ നെയിം സജസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ദി പ്രൊപ്പോസ് നെയിം ഇൻക്ലൂഡ്സ് ആൻഡ് ഇംപ്ലൈസ് അസോസിയേഷൻ കണക്ഷൻ വിത്ത് ഓർ പാട്രണേജ് ഓഫ് എ നാഷണൽ ഹീറോ ഓർ എനി പേഴ്സൺ ഹെൽഡ് ഇൻ ഹൈ എസ്റ്റീം. ഒരു ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു നാഷണലിൽ നമ്മളിവിടെ ഭയങ്കര ഹൈ എസ്റ്റീമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളുടെ പേരൊന്നും നമ്മൾ കമ്പനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതേമാതിരി ദി പ്രൊപ്പോസ് നെയിം ഈസ് വേഗ് ഓർ ആൻ അബ്രിവേറ്റഡ് നെയിം സച്ച് ആസ് ABC ലിമിറ്റഡ് ഓർ 23K ലിമിറ്റഡ്, അങ്ങനെ അതായത് ഭയങ്കര കുഞ്ഞു പേരുകൾ. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് BMCD ലിമിറ്റഡ്, അവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഫസ്റ്റത്തെ ലെറ്റർ വെച്ചിട്ട് BMCD ലിമിറ്റഡ്, അങ്ങനെയൊന്നും പേര് സജസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. An existing company may however use its abbreviation name as part of the name of formation of a new company. ഓൾറെഡി ഉള്ളൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സബ്സിഡറി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് അബ്രിവേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ സിറ്റുവേഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു കമ്പനി ഡിസോൾവ് ആകുകയാണ്, ലിക്വിഡേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയോ അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്തിട്ട് വിത്തിൻ 2 years നമ്മൾ ആ സെയിം പേരോ അല്ലെങ്കിൽ അതിൻ്റെ അബ്രിവേഷനോ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് ടു നിയർലി റിസംബിൾസ് നെയിം ഓഫ് എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അതേമാതിരി കമ്പനീൻ്റെ പോലെ തന്നെ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും ലിക്വിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 5 years ആ സെയിം പേരോ അതിൻ്റെ അബ്രിവേഷൻസോ അതിൻ്റെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പേരോ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ദി പ്രൊപ്പോസ്ഡ് നെയിം
ഇൻക്ലൂഡ് വേർഡ്സ് സച്ച് ആസ് ഇൻഷുറൻസ്, അതായത് ഇൻഷുറൻസ്, ബാങ്ക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനി ആണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനത്തെ പേര് സജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിന് പിന്നെ പ്രത്യേകം ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുകയും വേണം. Then proposed name includes the word state. The name shall be allowed only in case of a company is a government company. ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ മാത്രമേ പേരിൻ്റെ കൂടെ സ്റ്റേറ്റ് എന്ന് ചേർക്കാൻ പാടുള്ളൂ. ആൻഡ് ദി പ്രപ്പോസ് നെയിം ഈസ് കണ്ടെയ്നിങ് ഓൺലി ദി നെയിം ഓഫ് കോണ്ടിനെൻറ്റ്, കൺട്രി, സ്റ്റേറ്റ്. അതായത് ഏഷ്യ ലിമിറ്റഡ്, ജർമ്മനി ലിമിറ്റഡ്, അങ്ങനെ കൊടുക്കാനായിട്ട് പാടില്ല. അത് നെയിം ഈസ് ഓൺലി എ ജനറൽ വൺ, ലൈക്ക് കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസ് ലിമിറ്റഡ്, സിൽക്ക്, അങ്ങനത്തെ പേര് കൊടുക്കാൻ പാടില്ല. അതായത് കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസ് ലിമിറ്റഡ് എന്ന് കൊടുക്കാൻ പാടില്ല. പക്ഷേ അതിൻ്റെ പേര് ഫ്രണ്ടിൽ വേറെ എന്തെങ്കിലും ചേർക്കുക. ഇപ്പോൾ ഇവിടെ സിൽക്ക് മാനുഫാക്ചർ ലിമിറ്റഡ് എന്ന് പേര് കൊടുത്ത് അത് പാടില്ല. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു പേര് ലക്ഷ്മി സിൽക്ക് മാനുഫാക്ചറിങ് കമ്പനി ലിമിറ്റഡ് എന്നാകുമ്പോൾ ആ പേര് ഓക്കെയാണ്. അടുത്തത് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ഓർ ലൈക്ലി ടു പ്രൊഡ്യൂസ് എ മിസ്ലീഡിങ് ഇംപ്രഷൻ റിഗാർഡിംഗ് ദി സ്കോപ്പ്. അതായത് കമ്പനിയുടെ പേര് അതിൻ്റെ സ്കോപ്പിൽ നിന്ന് കുറച്ചും കൂടെ കുറച്ച് മിസ്ലീഡിങ് ആയിട്ടാണ് പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പേരും ഒഴിവാക്കണം. In case the keyword used in the name proposed is the name of a person other than the name of the promoters or their close blood relatives. നമ്മൾ കൊടുക്കുന്ന കമ്പനിയുടെ പേര് പ്രൊമോട്ടർമാരുടെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ ബ്ലഡ് റിലേറ്റീവ്സിൻ്റെ പേരോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പേരാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അല്ല ഡിക്ലറേഷൻ നമ്മൾ വാങ്ങിക്കണം. Then two similar name. In case of two similar names, the resemblance between the names must be such as likely to deceive. അതായത് ഭയങ്കര സിമിലർ ആയിട്ടുള്ള പേരാണെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് പ്രോബബ്ലി അത് പറ്റിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കട ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ഒരു ചെറിയൊരു മലബാർ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കട തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. ചെറുത് ഇൻ ദ സെൻസ് പേര് സെയിം ആയിരിക്കും, പക്ഷേ ബ്രാൻഡ്, അതായത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു ബ്രാൻഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ചെറിയൊരു വേറൊരു കടയാണ്. അപ്പം അതൊക്കെ ഡിസീവ് ചെയ്യുന്ന ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആണ്. ഇപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന മലബാർ ഗോൾഡിൽ കയറും. അത് ചിലപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആയിരിക്കില്ല. അപ്പം അത് ആൾക്ക് യൂഷ്വലി ഇത് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക. അപ്പം അത് കാരണമാണ് അത് ഒഴിവാക്കുന്നത്. Publication of name, section 12. Subsection 3 of section 12 provides that every company shall paint or affix its name. അതായത് നെയിം നമ്മൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ പേര് കമ്പനിയുടെ പേര് പുറത്തേക്ക് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ രജിസ്റ്റേർഡ് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ബ്രാഞ്ചസിലും രജിസ്റ്റേർഡ് ഓഫീസിലും നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ലോക്കൽ ലാംഗ്വേജിലും ഒഫീഷ്യൽ ലാംഗ്വേജിലും എന്ത് ചെയ്യണം, നമ്മൾ ഏത് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ എഴുതി വയ്ക്കാം. പെയിൻറ് ഓർ അഫിക്സ് ഇറ്റ്സ് നെയിം ആൻഡ് ദി അഡ്രസ് ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ആൻഡ് കീപ് ദി സെയിം പെയിൻറ്റഡ് അഫിക്സ് ഓൺ ദ ഔട്ട്സൈഡ് ഓഫ് എവറി ഓഫീസ് പ്ലേസ് ഇൻ വിച്ച് ദി ബിസിനസ് ഇസ് ക്യാരിഡ് ഓൺ ഇൻ എ കോൺസ്പിഷ്യസ് പൊസിഷൻ legible letters and in the language in general used in the public in the locality. അതായത് എല്ലാ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഫ്രണ്ടിലും അവരുടെ പേര് എഴുതി വയ്ക്കണം, വായിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ എഴുതി വയ്ക്കണം. ആൻഡ് ഹാവ് ഇറ്റ്സ് നെയിം എൻഗ്രേവ്, സീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രോപ്പർ ലെറ്റേഴ്സ് വെച്ചിട്ട് എൻഗ്രേവ് ചെയ്തിട്ട് ഉണ്ടാവണം. ഗെറ്റ് ഇറ്റ്സ് നെയിം അഡ്രസ് ഓഫീസ് രജിസ്റ്റേർഡ് ഓഫീസ് ആൻഡ് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി. അതായത് നമ്മൾ ബിസിനസ് ലെറ്റേഴ്സ് കൊടുക്കും, ബിൽ ബോർഡ്സ്, ലെറ്റർ പേപ്പേഴ്സ്, നോട്ടീസസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ, ഇതെല്ലാം നമ്മൾ കമ്പനി എന്തൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ടോ അതിനകത്തൊക്കെ കമ്പനിയുടെ പേരും രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ നമ്പറും അഡ്രസ്സും കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പറും ടെലിഫോൺ നമ്പറും ഫാക്സ് നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, വെബ്സൈറ്റ് അഡ്രസ്സ്, ഇതെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി കമ്പനിയുടെ പേര് ഹണ്ടീസിൽ, പ്രോമിസറി നോട്ടിൽ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ, ഇതിനകത്തൊക്കെ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ കമ്പനി അവരുടെ പേര് ചേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ വിത്തിൻ ലാസ്റ്റ്, അതായത് ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരു കമ്പനിയുടെ പേര് ചേഞ്ച് ചെയ്തു വിചാരിക്കാം, അടുത്ത 2 വർഷത്തേക്കും എല്ലാ കാര്യത്തിനകത്തും പുതിയ പേരും വെക്കണം, പഴയ പേരും വെക്കണം. അതാണ് നിയമം. ഇൻ കേസ് ഓഫ് 1 person കമ്പനി ദ വേർഡ്സ് 1 person കമ്പനി ഷാൽ ബി മെൻഷൻ. അതായത് 1 person കമ്പനിയാണെന്നുണ്ടെങ്കിൽ പേരിൻ്റെ കൂടെ 1 person കമ്പനി എന്നും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഈ നെയിം അഡ്രസ്സ് വെക്കുന്ന പോലെ തന്നെ 1 person കമ്പനിന്നും എല്ലാത്തിൻ്റെ കൂടെ അത് വെക്കണം. ഇഫ് എ കമ്പനി ഡസ് നോട്ട് പെയിൻറ് ഓർ അഫിക്സ് ഇറ്റ്സ് നെയിം ആൻഡ് ദ അഡ്രസ് ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ഇൻ ദ പ്രിസ്ക്രൈബ് മാനർ ഇറ്റ് മേ
If any default is made in complying with the requirements of this section, the company and every officer who is in default shall be liable to penalty of 1,000 rupees for every day. ഈ പറയുന്നത് കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1,000 റുപ്പീസ് ഈച്ച് ഡേ വെച്ചിട്ട്, അതായത് ഓരോ ദിവസം 1,000 റുപ്പീസ് വെച്ചിട്ട് പെനാൽറ്റി കൊടുക്കും. അപ് ടു 1,00,000 റുപ്പീസ്. 1,00,000 റുപ്പീസാണ് മാക്സിമം ലിമിറ്റ്. അടുത്തത് ഇത് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ നമ്മളെ രജിസ്റ്റർ ഓഫീസ് വെക്കുന്നത്, അതായത് നമ്മളെ ഹെഡ് ക്വാർട്ടേഴ്സ് വെക്കുന്നത്, അവിടുത്തെ രജിസ്റ്റേർഡ് ഓഫീസിൽ പോയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. Every company must have a registered office which establishes its domicile and is also the address to which the company's statutory books must formally be kept and to which notice and other communication can be sent. നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ, അതായത് അതാണ് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം അതാണ് നമ്മൾ അഡ്രസ്സ്. എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ സെൻഡ് ചെയ്യുന്നത്, പുറത്തുനിന്ന് തേർഡ് പാർട്ടീസ് എല്ലാ കാര്യങ്ങളും എല്ലാ കമ്മ്യൂണിക്കേഷനും പോകുന്നത് രജിസ്റ്റേർഡ് ഓഫീസിനകത്തോട്ടായിരിക്കും. നമ്മൾ ഇൻ കേസ് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ പ്രോപ്പറായിട്ട് അറിയിക്കണം. ഇത് വിത്തിൻ 30 ഡേയ്സ്, ഇപ്പോൾ കമ്പനി പുതിയതായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 30 ഡേയ്സ് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെന്നുള്ളത് നമ്മൾ രജിസ്ട്രാറിനെ അറിയിക്കണം. രജിസ്ട്രാർ അത് വന്ന് വെരിഫൈ ചെയ്തു പോകും. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് കമ്പനി മുൻപോട്ട് പോകാം. വിത്തിൻ 30 ഡേയ്സാണ് നമ്മൾ രജിസ്റ്റർ ഓഫീസ് എവിടെയാണെന്ന് രജിസ്ട്രാറിനെ അറിയിക്കേണ്ടത്. അത് ഇൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് അറിയിക്കണം. അടുത്തത് ഒബ്ജക്റ്റ് ക്ലോസ്. ഒബ്ജക്റ്റ് ക്ലോസിൽ കമ്പനിയുടെ എല്ലാ ഒബ്ജക്റ്റീവ്സും എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റീസ്, എന്തിനാണ് കമ്പനി ഫോം ചെയ്തത്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഉൾപ്പെടുത്തുന്നത്, അതിന് അവരുടെ ഫങ്ഷൻസും പർപ്പസസും എന്താ, അതെല്ലാം മെൻഷൻ ചെയ്യുന്നത് ഒബ്ജക്റ്റ് ക്ലോസിലാണ്. ഈ ഒബ്ജക്റ്റ് ക്ലോസിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, അൾട്രാ വയർസ് ആണ്, അതായത് വോയിഡാണ്. ഔട്ട്സൈഡ് ഓഫ് ദി ഔട്ട്സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റീവ് എന്നാണ് പറയാം. നമ്മൾ ഒബ്ജക്റ്റീവ്സിൻ്റെ പുറത്ത് ചെയ്യുന്നതൊന്നും വാലിഡ് അല്ല. അത് ഇമ്മോറലായിട്ട്, ഇല്ലീഗൽ ആൻഡ് ഇമ്മോറലായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് ഒരു കമ്പനി ഫോം ചെയ്തത് എന്തിനാണോ അത് മെമ്മോറാൻഡത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പുറത്തോട്ട് കമ്പനി എന്ത് ചെയ്താലും അത് വോയിഡാണ്, ഇല്ലീഗലാണ്, ഇമ്മോറലായിട്ടാണ്. അത് ഒരു പണിഷ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. അതാണ് ഒബ്ജക്റ്റ് ക്ലോസിൽ പറയുന്നത്. സെക്ഷൻ 4 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ C. അടുത്തത് ലയബിലിറ്റി ക്ലോസ്. കമ്പനിയിലെ ഓരോ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എത്രത്തോളം ആണെന്ന് പറയുന്നതാണ് ലയബിലിറ്റി ക്ലോസ് എന്ന് പറയുന്നത്. ലയബിലിറ്റി ക്ലോസ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസിൻ്റെ, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. അതേമാതിരി അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ് ഉണ്ട്. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് മെമ്മോറാൻഡത്തിൽ മെൻഷൻ ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ ഉണ്ടോ ഇല്ലയോ എന്ന് മെൻഷൻ ചെയ്യണം. അതേമാതിരി ലയബിലിറ്റി അൺലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യണം. ഇൻ കേസ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് അൺപെയ്ഡ് ഷെയർ എമൗണ്ട് ഉള്ളത് അത് മെൻഷൻ ചെയ്യണം. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ടാണ് മെമ്പേഴ്സ് ഗ്യാരണ്ടി ചെയ്യുന്നത് അത് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അടുത്തത് ക്യാപിറ്റൽ ക്ലോസ്. ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുമ്പം കമ്പനിക്ക് ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം എമൗണ്ട് ആണ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ പ്രോപ്പറായിട്ട് ആ ഫിക്സഡ് എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ടാവണം. ആ ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് നമ്മൾ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്, എത്ര രൂപയ്ക്കാണ് ഓരോ ഷെയർസും കൊടുക്കുന്നത്, അതേമാതിരി ആരൊക്കെയാണ് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഷെയർസ് ആണ്, ഇതെല്ലാം മെമ്മോറാൻഡത്തിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവണം. ഇൻ ദി കേസ് ഓഫ് എ പബ്ലിക് കമ്പനി ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ, എ ഷെയർ മേ ബി ഈതർ എ പ്രിഫറൻസ് ഷെയർ ഓർ ആൻ ഇക്വിറ്റി ഷെയർ. അത് ഏത് ഷെയർ ടൈപ്പ് ആണെന്നുള്ളത് മെമ്മോറാൻഡത്തിൽ പറഞ്ഞിട്ടുണ്ടാവണം. പിന്നെ അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അതായത് അവരുടെ പാർ വാല്യൂ നോർമൽ. ഇപ്പം 1,00,000 ഷെയർസ് ആണ് നമ്പർ ഓഫ് ഷെയർസ്, അത് മെൻഷൻ ചെയ്യണം. ഈ ഷെയറിൻ്റെ പ്രൈസ് എത്രയാണ്, ഇപ്പോൾ 100 പെർ ഷെയർ ആണെന്നുണ്ടെങ്കിൽ 100 ആണ് ഷെയർ വാല്യൂ എന്നുള്ളതും മെമ്മോറാൻഡത്തിൽ മെൻഷൻ ചെയ്യണം. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മോറാൻഡം ഓൾട്ടർ ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മൾ ഇനി പഠിക്കും. അടുത്തത് ദി അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുമ്പോൾ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അതാണ് മെമ്പേഴ്സ് നമ്മൾ പറയുന്നത്. ഡിക്ലറേഷൻ കൊടുക്കും, മെമ്പേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും സൈൻ ചെയ്യണം, അവരുടെ നെയിം അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കണം, അവർ ഡിക്ലറേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ. അതുതന്നെയാണ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. സബ്സ്ക്രിപ്ഷൻ ക്ലോസിനകത്താണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക. അതായത് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തത്, അവരുടെ പേര്, അവരുടെ നെയിം, അഡ്രസ്സ്, അവരെത്രത്തോളം ഷെയർസാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, അവർക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ആണോ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണോ, ലിമിറ്റഡ് ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം എമൗണ്ടാണ് ലിമിറ്റഡ്
ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. വൺ പേഴ്സൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ 1 പേഴ്സൺ കമ്പനി അല്ല, നോർമലുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെയാണ് ഡിക്ലറേഷൻ കൊടുക്കേണ്ടത്. അതായത് വി ദി സെവറൽ പേഴ്സൺസ് ഹൂസ് നെയിം ആൻഡ് അഡ്രസ് സബ്സ്ക്രൈബ് ആർ സീരിയസ് ഓഫ് ബീയിങ് ഫോംഡ് ഇൻ ടു എ കമ്പനി ഇൻ പേഴ്സൺസ് ഓഫ് ദിസ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ. അതായത് ഈ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് അച്ചൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്ത കമ്പനിയാണിത്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ പറഞ്ഞിരിക്കുക ഇത്ര നമ്പർ ഓഫ് ഷെയർസാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, എഗ്രി ചെയ്തിട്ടുള്ളത്, ഇത്ര ക്യാപിറ്റലാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അവർ ഡിക്ലറേഷൻ കൊടുക്കും. അതേപോലെ തന്നെ 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ കൊടുക്കുന്ന ഡിക്ലറേഷനാണ് ഇത്. ഓക്കെ. Then according to section 3 of the Act, the memorandum shall be signed by at least 7 subscribers. അതായത് പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം 7 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ടാവണം. പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും മിനിമം 2 പേരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് റിഗാർഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓഫ് മെമ്മോറാൻഡം. മെമ്മോറാൻഡം സബ്സ്ക്രിപ്ഷന് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ദ മെമ്മോറാൻഡം മസ്റ്റ് ബി സൈൻ ബൈ ഈച്ച് സബ്സ്ക്രൈബർ ഇൻ ദ പ്രസൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ വിറ്റ്നസ് ഹൂ മസ്റ്റ് അറ്റസ്റ്റ് ദി സിഗ്നേച്ചർ. അതായത് മെമ്മോറാൻഡം എല്ലാ സബ്സ്ക്രൈബേഴ്സും സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇൻ ദി പ്രസൻസ് ഓഫ് വൺ വിറ്റ്നസ്, ദൃസാക്ഷിനെ വെച്ചിട്ട് വേണം മെമ്മോറാൻഡം സൈൻ ചെയ്യാൻ. അതായത് ആ സിഗ്നേച്ചർ അവർ തന്നെയാണെന്ന് വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു വിറ്റ്നസിനെ വെച്ചിട്ട് വേണം സൈൻ ചെയ്യാനായിട്ട്. എല്ലാ സബ്സ്ക്രൈബറിനും അറ്റ്ലീസ്റ്റ് ഒരു ഷെയറെങ്കിലും അവർ എടുത്തിട്ടുണ്ടാവണം. അവരുടെ പേരിൻ്റെ കൂടെ, അതായത് അവരുടെ സബ്സ്ക്രൈബറിൻ്റെ പേരിൻ്റെ കൂടെ എത്ര നമ്പർ ഓഫ് ഷെയർസാണ് അവർ എടുത്തിട്ടുള്ളത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതാണ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. അടുത്തത് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈസ്. അതായത് ബിയോണ്ട് ദി പവേഴ്സ് ഓഫ് എ കമ്പനി, അവർ ഒബ്ജക്റ്റീവിൻ്റെ പുറത്തുള്ളത് എന്താണോ അതാണ് അൾട്രാ വൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബിയോണ്ട് ദി പവേഴ്സ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ അതെന്തോ ആയിക്കോട്ടെ, അത് മേ ബി ലീഗലായിരിക്കാം. അതായത് അവർ ചെയ്യുന്നത് ഇല്ലീഗൽ ആവണമെന്നല്ല പറയുന്നത്, പക്ഷേ അവരെ ഒബ്ജക്റ്റീവ് ക്ലോസിനകത്ത് പറഞ്ഞിരിക്കുന്നതിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ അത് നൾ ആൻഡ് വോയിഡാണ്, അത് ഇല്ലീഗലായിട്ടാണ് കൺസിഡർ ചെയ്യാം. The purpose of the doctrine of ultra vires is to protect the interest of members, outsiders and creditors. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർസ് ഒരാൾ വാങ്ങിക്കുന്നത് അവരുടെ ഒബ്ജക്റ്റീവ്, ആ കമ്പനി അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് നോക്കിയിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം അവരത് അതിന് വേണ്ടി യൂസ് ചെയ്യാതെ ആ മണി വേറെ എന്തിനേലും യൂസ് ചെയ്യുന്നത് അത് ശരിയല്ലല്ലോ. അപ്പം അത് അങ്ങനെയുള്ള അവരുടെ പബ്ലിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അത് ഷെയർ ഹോൾഡേഴ്സിനെ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്ട്രിൻ വെച്ചിട്ടുള്ളത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണോ ഫോം ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് തന്നെ ആ കമ്പനി പ്രവർത്തിക്കണം. ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി നോസ് ദി പർപ്പസ് ഫോർ വിച്ച് ദെയർ മണി ക്യാൻ ബി യൂസ്ഡ് ബൈ ദി കമ്പനി. അതാണ് നമ്മൾ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി, അവർക്ക് മെമ്പേഴ്സിനെ അറിയണം കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് മണി യൂസ് ചെയ്യുന്നത്. അതേമാതിരി തേർഡ് പാർട്ടീസ്, പുറത്തുനിന്നുള്ള ആൾക്കാർ, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, സപ്ലയേഴ്സ് ഉണ്ടാവും, വെൻഡേഴ്സ് ഉണ്ടാവും, അവർക്കൊക്കെ അതായത് കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ്, എന്തൊക്കെ അവർ പ്രോപ്പറായിട്ടാണോ, അവരുടെ എക്സിസ്റ്റൻസ് ലോഫുള്ളാണോ, മോറലി എത്തിക്കലായിട്ടുള്ള കമ്പനിയാണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അത് മെമ്മോറാൻഡത്തിലാണ് അവർ അതൊക്കെ പറയാം, അതായത് ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും ആക്ടിവിറ്റീസും എല്ലാം പറയാം. അപ്പോൾ അതിൻ്റെ ഔട്ട് സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടീസിന് അതൊരു ബുദ്ധിമുട്ടാവും. അപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ് വന്നു വെച്ചത്. ഒബ്ജക്റ്റീവിൻ്റെ പുറത്ത് എന്ത് നടന്നാലും അത് അൾട്രാ വയർസ് ആണെന്ന് പറഞ്ഞു. അത് 3 കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അൾട്രാ വയർസ് ദി കമ്പനീസ് ആൻഡ് അൾട്രാ വയർസ് ദി മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, അൾട്രാ വയർസ് ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനീസ് ആക്ടിൻ്റെ പുറത്ത് ആയിട്ട് ചെയ്യുന്നത്, അതായത് കമ്പനീസ് ആക്ടിൻ്റെ നിയമപ്രകാരം അല്ലാതെ അതിൻ്റെ പുറത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനി ആക്ട് ഡൺ കോൺട്രറി ടു ഓർ എൻ എക്സസ് ഓഫ് ദി സ്കോപ്പ് ഓഫ് കമ്പനീസ് ആക്ട്, കമ്പനീസ് ആക്ടിൻ്റെ ഔട്ട്സൈഡ് ആയിട്ടോ അതിൻ്റെ കോൺട്രറി ആയിട്ടോ ചെയ്യുന്നതും അൾട്രാ വയർസ് ആയിട്ടാണ് കൂട്ടുക. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് പേയ്മെൻറ്റ് ഡിവിഡൻറ്റ് പേ ചെയ്യുന്നത്, ഡിവിഡൻറ്റിന് പകരം ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, ക്യാപിറ്റൽ അൺഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ് നമുക്ക് മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ അൺഓതറൈസ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നത്, അതേമാതിരി ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നത്, ലീഗൽ ഫോർമാലിറ്റീസ് ചെയ്യാതെ ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നതൊക്കെ കമ്പനീസ് ആക്ടിൻ്റെ
വിരുദ്ധമായിട്ട് ചെയ്യുന്നതാണ്. അതൊക്കെ അൾട്രാ വയസ് ദി കമ്പനീസ് ആക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. രണ്ടാമത്തത് അൾട്രാ വയസ് ദി മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള പവേഴ്സും ഒബ്ജക്റ്റീവ്സും വിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഔട്ട്സൈഡായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അൾട്രാ വയസ് ദി മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അൾട്രാ വയസ് ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനേജ്മെൻറ്റും മെമ്പേഴ്സും കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫോർമാറ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. എങ്ങനെയാണ് ഒരു കമ്പനിക്ക് മെമ്പേഴ്സിന് എഗെയിൻസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, മെമ്പേഴ്സിന് കമ്പനിയുടെ എഗെയിൻസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്താണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ട്രീറ്റ് ചെയ്യുന്ന കാര്യം എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയാം. അപ്പം അതിന് പുറത്തോട്ട് എന്തെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പവേഴ്സിന് പുറത്തോട്ട് എന്തെങ്കിലും കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞ പവേഴ്സിനെക്കാട്ടി കൂടുതൽ അവിടുത്തെ ഡയറക്ടേഴ്സോ മെമ്പേഴ്സോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും അൾട്രാ വയസ് ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അടുത്തത് എഫക്ട്സ് ഓഫ് അൾട്രാ വയസ് ട്രാൻസാക്ഷൻ. അതായത് ഈ പറഞ്ഞ സംഭവത്തിൻ്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റാണ്. വോയിഡ് അപ്പ് ഇൻഷിയോ, അതായത് അത് ചെയ്യുന്നത് നള്ളാണ്, അത് വോയിഡാണ്, അത് ചെയ്തിട്ട് കാര്യമില്ല, അത് എൻഫോഴ്സ് ചെയ്യാൻ ഒരു കമ്പനിക്കോ ആർക്കും അത് എൻഫോഴ്സ് ചെയ്യാൻ നിർബന്ധിക്കാനായിട്ട് കഴിയില്ല, കാരണം അത് വാലിഡ് അല്ല. നോ റാറ്റിഫിക്കേഷൻ. ഇപ്പം അൾട്രാ വയസ് ദി കമ്പനി ട്രാൻസാക്ഷൻ കനോട്ട് ബി റാറ്റിഫൈഡ് ഈവൻ ബൈ ദി വോൾ ബോഡി ഓഫ് ഷെയർ ഹോൾഡർ. അതിപ്പോൾ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവിൻ്റെ പുറത്തുനിന്ന് എന്തെങ്കിലും ചെയ്തു, പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് ഫുൾ സമ്മതിച്ചാൽ പോലും അവർ ഫുൾ അതിനെ സപ്പോർട്ട് ചെയ്താൽ പോലും അത് ലീഗലാക്കി മാറ്റാനായിട്ട് ഇവർക്ക് കഴിയില്ല. അതേമാതിരി നോട്ട് എൻഫോഴ്സിബിൾ. ഒരു കമ്പനി അവരുടെ ഇത് എന്തെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ടാണ് കമ്പനി ചെയ്തതെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കമ്പനീനെ എൻഫോഴ്സ് ചെയ്യാനും കഴിയില്ല, കമ്പനിക്ക് പുറത്ത് ഒരു തേർഡ് പാർട്ടീനെ എൻഫോഴ്സ് ചെയ്യാനായിട്ടും കഴിയില്ല. ദെൻ ഫോർത്ത് സിറ്റുവേഷൻ ഇൻജക്ഷൻ ആണ്. വെനെവർ ആൻ അൾട്രാ വയസ് ആക്ട് ഹാസ് ബീൻ ഓർ ഇറ്റ്സ് അബൌട്ട് ടു ബി ഡൺ എനി മെമ്പർ ഓഫ് ദി കമ്പനി ക്യാൻ അപ്രോച്ച് ദി കോർട്ട്. അതായത് ഔട്ട്സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റീവ് എന്തെങ്കിലും ചെയ്യാണ്, ഔട്ട്സൈഡ് ഓഫ് ദി ആക്ട് എന്തെങ്കിലും ചെയ്യുകയാണെന്ന് ഒരു മെമ്പറിന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ കോർട്ടിനെ സമീപിക്കാം. ഇൻജക്ഷൻ ഓർഡർ, അതായത് റിസ്ട്രെയിനിങ് ഓർഡർ എന്നൊക്കെ കിട്ടുന്നുണ്ടാവും, അങ്ങനത്തെ ഓർഡർ വാങ്ങിക്കാം, അവരത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അഞ്ചാമത്തത് പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. ഇപ്പോൾ ഡയറക്ടറാണ് അവരുടെ പവർ ദുരുപയോഗം ചെയ്തത് വിചാരിക്കുക, അവരുടെ പവറിനെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്ടറിനെ വേണമെങ്കിൽ ലയബിൾ ആക്കാം. എത്രയാണോ ലോസ് അത് ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അതേമാതിരി ഒരു കമ്പനി അവർക്ക് ബോറോ ചെയ്യുന്നതിനേക്കാട്ടിൽ കൂടുതൽ ക്യാഷ് എവിടെയെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെൻഡറിന് അതായത് ഔട്ട്സൈഡ് പവർ എന്നാണല്ലോ, അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ഇതാക്കേണ്ട കാര്യമില്ല, കാരണം ലെൻഡർ ഇത് നോക്കിയിട്ട് വേണമായിരുന്നു കൊടുക്കാനായിട്ട്. അപ്പോൾ ലെൻഡേഴ്സ് എല്ലാവരും അപ്പോൾ അവർക്കൊന്നും അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. You should note that if an act is ultra vires the directors but it is with the powers of the company, then such act is not altogether void. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ പവറിന് ഔട്ട്സൈഡ് ആയിട്ട് അയാൾ ആക്ട് ചെയ്തു, പക്ഷെ ഒരു കമ്പനീൻ്റെ പവറിന് ഔട്ട്സൈഡ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് തിരുത്താനായിട്ട് സാധിക്കും. ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് അത് പ്രോപ്പറായിട്ടുള്ള കണ്ടക്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ആകുമ്പം അത് ട്രാൻസാക്ഷൻ വോയിഡ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യില്ല, കാരണം അത് ആ ഡയറക്ടറിൻ്റെ പവറിൻ്റെ ഔട്ട്സൈഡ് ആയിട്ടാണ് വരിക. കമ്പനീൻ്റെ പവറിൻ്റെയോ ഒബ്ജക്റ്റീവിൻ്റെയോ ഔട്ട്സൈഡ് ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വോയിഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം അതാണ് അൾട്രാ വയസ്. അടുത്തത് ഓൾട്ടറേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്ലോസസ് ഇൻ മെമ്മോറാൻഡം. ഇപ്പോൾ നമ്മൾ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അൾട്രാ വയസ് അതിൻ്റെ ഔട്ട്സൈഡ് പോയി കഴിഞ്ഞാലുള്ള കോൺസിക്വൻസസും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അതായത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്നാണ് നോക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ചേഞ്ച് ഓഫ് നെയിം. ഒരു കമ്പനിയുടെ പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സെക്ഷൻ 13 കമ്പനീസ് ആക്ട് സെക്ഷൻ 13 ഇത് പറയുന്നത് ബൈ പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അതേമാതിരി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു റിട്ടൺ അപ്രൂവലും വാങ്ങിക്കണം. എന്തിന്? പേര് ചേഞ്ച് ചെയ്യണം, ഒരു കമ്പനീൻ്റെ പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് രജിസ്ട്രാറിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യണം.
എന്തൊക്കെ സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനി ജനറൽ മീറ്റിങ്ങിൽ പാസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ റെസൊല്യൂഷനും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വാങ്ങിച്ചതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പഴയ പേരിന് പകരം പുതിയ പേര് വെച്ചിട്ട് ഒരു പുതിയ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. അതാണ് ചെയ്യുക. ചേഞ്ച് ഓഫ് നെയിം ഓൺ എ ഡയറക്ഷൻ ഫ്രോം ദി സെൻട്രൽ ഗവൺമെൻറ്. നേരത്തെ ഫസ്റ്റ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത് കമ്പനിക്ക് തന്നെ അവരുടെ സ്വന്തം പേര് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയിട്ട് അവർ ചേഞ്ച് ചെയ്യിക്കുന്നതാണ്. രണ്ടാമത്തത് സെൻട്രൽ ഗവൺമെൻറ്റിന് തോന്നിയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് തോന്നുന്നത് പ്രോപ്പർ പേരല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് അവർക്ക് ഈ കമ്പനിയുടെ പേര് മാറ്റണം, അല്ലെങ്കിൽ വേറൊരു കമ്പനിയായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തന്നെ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും. അതിനുള്ള ദി കമ്പനി മേ ചേഞ്ച് ഇറ്റ്സ് നെയിം വിത്തിൻ പീരീഡ് ഓഫ് 3 months. അതായത് ഗവൺമെൻറ് പറയും പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അത് വിത്തിൻ 3 months കമ്പനി ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് പുതിയ പേരിൻ്റെ അപ്രൂവൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് അതും ഈ പറഞ്ഞ പോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് പുതിയ പേരാക്കി മാറ്റിയിട്ട് കൊണ്ടുവരണം. ഇതിനുള്ള ഫുൾ പീരീഡ് എന്ന് പറഞ്ഞാൽ 6 months ഉള്ളിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തീർക്കണം. അതാണ് പേര് ചേഞ്ച് ചെയ്യാനുള്ള ഇത്. യു ഷുഡ് ഹാവ് നോട്ടഡ് ദാറ്റ് ദി ഡയറക്ഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് റിക്വയർഡ് ടു ബി കംപ്ലീറ്റ് വിത്തിൻ പീരീഡ് ഓഫ് 3 or 6 months. 3-6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞതിനനുസരിച്ച് പേര് മാറ്റി പുതിയ പേര് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് പോയിട്ട് മാറ്റിയിട്ട് എടുക്കണം. ഇഫ് എ കമ്പനി മേക്സ് ഡിഫോൾട്ട് ആൻഡ് കംപ്ലൈൻറ്റ് വിത്ത് ഇൻഡയറക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞ മാതിരി ചെയ്തിട്ടില്ല, 6 മാസത്തിനുള്ളിൽ അവർ പേര് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിന് 1000 rupees വെച്ചിട്ട് ഫൈൻ വരും. അതേമാതിരി 5000 rupees ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എവറി ഓഫീസർ ഹു ഈസ് ഇൻ ഡിഫാൾട്ട് ഷാൽ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ. അതായത് ആരാണോ ഓഫീസേഴ്സ് ഉള്ളത് അവർക്ക് പെർ ഡേ, അത് ഓരോ ദിവസം 5000 rupees വെച്ച് ഫൈൻ വരും. പെർ ഡേ അല്ല, 5000 rupees മിനിമം ഫൈൻ വരും. അപ് ടു 1 lakh rupees വരെ ഓഫീസേഴ്സിന് ഫൈൻ വരാം. മറ്റേത് കമ്പനിയുടെ പേരിൽ 1000 rupees വെച്ചിട്ട് പെർ ഡേ വെച്ചിട്ട് ഫൈൻ വരും. Where a company changes its name or obtains a new name under section 16, it shall within a period of 15 days from the date of such change give notice to the registrar. അതായത് ഇപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ല, ഓർഡിനറി സെൻട്രൽ ഗവൺമെൻറ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. അങ്ങനെ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞിട്ട് അവർ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാസ്സാക്കി 15 daysനുള്ളിൽ തന്നെ രജിസ്ട്രാറിനെ പോയിട്ട് കാണണം, പുതിയ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രജിസ്ട്രാർ വന്ന് വെരിഫൈ ചെയ്തിട്ട് പുതിയ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. Section 15 further requests that every alteration made in the memorandum or articles of the company shall be noted in every copy of memorandum. അതായത് ഇപ്പോൾ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാ കോപ്പിയിലും മെമ്മോറാൻഡത്തിൻ്റെ ആർട്ടിക്കിൾസിൻ്റെ എല്ലാ കോപ്പിയിലും ആ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടാവണം. അങ്ങനെ വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1000 rupees, ഓരോ കോപ്പിക്കും 1000 rupees വെച്ചിട്ട് ഫൈൻ വരും. അടുത്തത് എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം. പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ വരുന്ന എഫക്റ്റാണ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ പഴയ പേരിൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, അതിനുശേഷം നമ്മളൊരു പുതിയ പേര് വെച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഒബ്ലിഗേഷൻസിനോ നമ്മളെ റൈറ്റ്സിനോ ഡിഫറൻസസ് ഒന്നും വരില്ല. നമ്മൾ പഴയ പേരിൽ ഉള്ള കോൺട്രാക്റ്റും എഗ്രിമെൻറ്റ്സും എല്ലാം വാലിഡാണ്. രണ്ടാമത്തത് ഇഫ് എനി ലീഗൽ പ്രൊസീഡിങ് ഈസ് കമൻസ്. അതായത് ഇപ്പോൾ ഒരു കമ്പനീൻ്റെ പേരിൽ എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. പഴയ പേരിലാണ് നടക്കണമെന്നുണ്ടെങ്കിൽ അത് പുതിയ പേരാക്കിയാലും അത് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. പുതിയ കമ്പനിയുടെ പേരിലായിട്ടാണെങ്കിലും പേര് മാറ്റിയെന്ന് വിചാരിച്ചിട്ട് ചേഞ്ച് ഒന്നും വരത്തില്ല. ആ കേസ് മുൻപോട്ട് പോകുന്നതാണ്. ബൈ ചേഞ്ച് ഓഫ് നെയിം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്പനി ഡസ് നോട്ട് ചേഞ്ച്. അതായത് കമ്പനിയുടെ പേര് മാറ്റിയെന്ന് വിചാരിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ്റെ ബാക്കി കാര്യങ്ങൾക്കൊന്നും ചേഞ്ചസ് ഒന്നും വരില്ല. ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്. ഇപ്പോൾ നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സിറ്റുവേഷൻ, ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം വൺ premise ടു അതർ premise ഇൻ ദി സെയിം സിറ്റി, ടൗൺ ഓർ വില്ലേജ്. ഒരു സെയിം സിറ്റിയിൽ, ടൗൺ അല്ലെങ്കിൽ വില്ലേജിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി വിത്തിൻ 15 days രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റുകയാണെന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തത് ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം വൺ ടൗൺ ടു സിറ്റി ഓർ വില്ലേജ് ടു അനദർ
അതായത് ഒരു ടൗൺ സിറ്റി അല്ലെങ്കിൽ വില്ലേജിൽ നിന്ന് വേറൊരു ടൗൺ സിറ്റി ഓഫ് വില്ലേജിലേക്ക് മാറ്റുകയാണ് വിത്തിൻ ദ സെയിം സ്റ്റേറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതിൻ്റെ കോപ്പി റീജിയണൽ ഡയറക്ടറിൻ്റെ അടുത്ത് കൊടുക്കണം. കൺഫർമേഷൻ ഓഫ് ദ റീജിയണൽ ഡയറക്ടർ ഈസ് ടു ബി ഒബ്റ്റെയിൻ വിത്ത് ചേഞ്ച് ഈസ് ഫ്രം ജൂറിസ്ഡിക്ഷൻ ഓഫ് വൺ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ടു ദി അനദർ. അതായത് ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് വേറെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ജൂറിസ്ഡിക്ഷനിലേക്ക് പോകുമ്പം റീജിയണൽ ഡയറക്ടറിൻ്റെ പെർമിഷൻ എടുക്കണം. ദി ആപ്ലിക്കേഷൻ ടു ദി റീജിയണൽ ഡയറക്ടർ ഷാൽ ബി മെയ്ഡ് ഇൻ ദി ഫോം. അതായത് ഫോം INC 23 വേണം റീജിയണൽ ഡയറക്ടറിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി നെയിം ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട്. അതിനകത്ത് സ്പെഷ്യൽ റെസൊല്യൂഷനും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. റീജിയണൽ ഡയറക്ടറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ 30 days കൊടുക്കും. അതായത് കമ്പനി അവരുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് 30 daysനുള്ളിൽ റീജിയണൽ ഡയറക്ടർ അതിന് കൺഫർമേഷൻ കൊടുക്കണം. As per Rule 20, the shifting of registered office shall not be allowed in any inquiry, inspection or investigation has been initiated. Already ഒരു ഇൻവെസ്റ്റിഗേഷനോ ഇൻസ്പെക്ഷനോ അതെന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്കില്ല. പേര് ചേഞ്ച് ചെയ്യാം, പക്ഷേ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല. കോപ്പി ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് കൺഫർമേഷൻ ബൈ റീജിയണൽ ഡയറക്ടർ ടു ദി ഫൈൽഡ് വിത്ത് ROC. അതായത് റീജിയണൽ ഡയറക്ടർ അയാളുടെ കൺഫർമേഷൻ കൊടുക്കും. ആ കൺഫർമേഷൻ്റെ കോപ്പിയും സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പിയും കൂടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ സബ്മിറ്റ് ചെയ്യണം വിത്തിൻ 30 days. 30 daysനുള്ളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 60 daysനുള്ളിൽ കൺഫർമേഷൻ കൊടുക്കണം. അപ്പം അതാണ് രജിസ്റ്റർ ഓഫീസ് ചേഞ്ച് ചെയ്യുന്നത്. ദി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദി രജിസ്റ്റർ ഷാൽ ബി കൺക്ലൂസീവ് എവിഡൻസ് ദാറ്റ് ഓൾ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദിസ് ആക്ട്. അതായത് ഇപ്പം പുതിയൊരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് അതൊരു എവിഡൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് രജിസ്ട്രാർ ഓഫീസ് നമുക്ക് പുതിയ പേരിനുള്ള പുതിയ രജിസ്റ്റേർഡ് ഓഫീസിനുള്ള കൺഫർമേഷൻസും കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേര് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പിന്നെ ആ അഡ്രസ്സ് നമ്മളെല്ലാ കാര്യത്തിനകത്തും അത് വേണം എഴുതാനായിട്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ആ നെയിമെല്ലാം കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, എല്ലാ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ കാര്യത്തിനും പുതിയ അഡ്രസ്സ് വേണം വെക്കാനായിട്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് നമ്മൾ പ്രോപ്പറായിട്ട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും 1000 rupees വെച്ചിട്ട് പെനാൽറ്റി വരും. അപ് ടു 1 lakh rupees വരെ ഫൈൻ ഈടാക്കാനായിട്ട് സാധിക്കും. അത് വിത്തിൻ സ്റ്റേറ്റ് ആണ്. ഒരു സിറ്റി ഒരു വില്ലേജ് അല്ലെങ്കിൽ ടൗണിൽ നിന്ന് വേറൊരു സിറ്റി വില്ലേജിലോട്ട് പോവുകയാണ് വിത്തിൻ ദ സ്റ്റേറ്റ്. ഇതിപ്പോൾ നമ്മളൊരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. നമുക്ക് എന്തെങ്കിലും ക്രെഡിറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സെറ്റിൽമെൻറ്റ് ലിസ്റ്റ് എത്രത്തോളം ക്യാഷാണ് നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുകയാണെന്നുള്ളത് അതിൻ്റെ സെറ്റിൽമെൻറ്റ് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അതേമാതിരി നമുക്ക് സെറ്റിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കൺസെൻറ്റ് നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലോട്ട് മാറാനുള്ള കൺസെൻറ്റ് ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ വാങ്ങിക്കണം. പിന്നെ അതേമാതിരി നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺഫർമേഷൻ നമ്മളൊരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലോട്ട് മാറാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ നമ്മൾ വാങ്ങിക്കണം. ഗിവിംഗ് നോട്ടീസ് ഓഫ് ദി ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഇൻ ദി മാനർ പ്രിസ്ക്രൈബ് ടു ബി ഗിവൺ ടു ദി രജിസ്ട്രാർ. ഈ സംഭവങ്ങളെല്ലാം സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി ക്രെഡിറ്റേഴ്സിൻ്റെ സെറ്റിൽമെൻറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അതേമാതിരി ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കൺസെൻറ്റ് വാങ്ങിച്ചതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിൽ പോയിട്ട് വിത്തിൻ 30 ഇതൊക്കെ കിട്ടിയിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിൽ പോയിട്ട് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യണം. ഒബ്റ്റെയിനിങ് കൺഫർമേഷൻ ഫ്രം ദി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ കൺഫർമേഷൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അതെങ്ങനെ വാങ്ങിക്കും നോക്കാം. ഫോർ ഒബ്റ്റെയിനിങ് കൺഫർമേഷൻ ഫ്രം ദി Central Government, Rule 30 of the Companies Rules 2014 provides that an application shall be filed with the Central Government in form number INC 23. INC 23 ഫോം പ്രകാരം പ്രിസ്ക്രൈബ്ഡ് ഫീസ് അടച്ച് സ്പെസിഫൈഡ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണമെന്ന് പറയുന്നത് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കും. അതേമാതിരി അതിനകത്ത് കമ്പനി സെക്രട്ടറി ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. അതായത് നമ്മൾ ഇന്ന കമ്പനി ഇന്ന സ്ഥലത്തു നിന്ന് ഇന്ന സ്ഥലത്തോട്ട് മാറ്റുകയാണ്, അതിൻ്റെ കാരണങ്ങൾ ഇന്നതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. മിനിമം 2 ഡയറക്ടേഴ്സ് എങ്കിലും അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ടാവണം. അവരും കൂടെ ഇതേമാതിരി സത്യവാങ്മൂലത്തിൽ സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് വേണ്ടിയിട്ട്
അവർക്ക് ഇതും കൂടെ ഈ ഡോക്യുമെൻറ്റും കൂടെ സബ്മിറ്റ് ചെയ്യണം. Again, there shall also be attached to the application an affidavit from the directors of the company that no employee shall be ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്റ്റേറ്റിനകത്തോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള എംപ്ലോയീസിൻ്റെ ജോലി പോവുകയും അവർക്ക് പാർശ്വഫലങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അവിടുത്തെ ഡയറക്ടർ സത്യവാങ്മൂലം എഴുതിയിട്ട് അതും സെൻട്രൽ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യണം. There shall also be attached to the application a copy of the acknowledgement of service of a copy of the application with complete annexure of the registrar and chief secretary of the state where the registered office situated at the time of filing the application. അതിൻ്റെ കൂടെ എന്തും കൂടെ വേണം, രജിസ്ട്രാർ അല്ലെങ്കിൽ രജിസ്ട്രാറിൻ്റെയും അതേമാതിരി ആ സ്റ്റേറ്റിലെ ചീഫ് സെക്രട്ടറിയുടെയും കൂടെ അനക്ഷര ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ കോപ്പിയും കൂടെ, അതായത് ഇയാൾ ഇന്ന രജിസ്റ്റേർഡ് ഓഫീസ് ഇവിടുന്ന് മാറ്റുകയാണെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് അനക്ഷർ അവിടുന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കൂടെ സബ്മിറ്റ് ചെയ്യണം. അതുകൂടാതെ ദി കമ്പനി മസ്റ്റ് ഓൾസോ കീപ്പ് എ ഡ്യൂലി authenticated copy of the list of creditors to the registered at the registered office. എല്ലാവരും ക്രെഡിറ്റേഴ്സ് അവർക്ക് എത്രത്തോളം ആരൊക്കെ ക്രെഡിറ്റേഴ്സിൻ്റെ ആ ക്രെഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റും രജിസ്റ്റേർഡ് ഓഫീസിലുള്ള അവർ ഓതൻറ്റിക്കേറ്റ് ചെയ്ത്, അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റ് കമ്പനി രജിസ്റ്റേർഡ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യും. അവരത് ഓതൻറ്റിക്കേറ്റ് ചെയ്തതിൻ്റെ കോപ്പി സെൻട്രൽ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. Where an objection of any person whose interest is likely to be affected by the proposed application has been received by the applicant, it shall serve a copy thereof to the, അതായത് ഇപ്പം ആർക്കെങ്കിലും അവിടുന്ന് രജിസ്റ്റേർഡ് ഓഫീസ് വേറെ എങ്ങോട്ടേലും മാറ്റണതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അതായത് ആ കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഒബ്ജക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി സെൻട്രൽ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യാം. Where no objection has been received from any of the parties who have been duly served, the application may be put out for orders without hearing. ആർക്കും ഒബ്ജക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഹിയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ അത് പാസ്സായി പോകും. സെൻട്രൽ ഗവൺമെൻറ് അതിന് കൺഫർമേഷൻ കൊടുക്കും. ഓർഡർ ഓഫ് കൺഫർമേഷൻ റൂൾ 30 Section 30 subsection 5 provides that before confirming the alteration, the Central shall ensure that with respect to every creditor and debenture holder who in the opinion of Central Government is entitled to the object of alteration. അതായത് ഈ മെമ്മോറാൻഡത്തിൽ വരുന്ന രജിസ്റ്റേർഡ് ഓഫീസിൽ വരുന്ന ചേഞ്ചിനെ എഫക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും കുഴപ്പമില്ല, അവർക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് വെരിഫൈ ചെയ്ത് അവർ എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം വേണം സെൻട്രൽ ഗവൺമെൻറ് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരി ഇൻവെസ്റ്റിഗേഷനോ ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ ഓൾറെഡി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് മാറ്റാനായിട്ട് സാധിക്കില്ല. അതിന് സെൻട്രൽ ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കില്ല. ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 60 days സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് കൺഫർമേഷൻ തരും. ഫയലിംഗ് ഓഫ് ഓർഡർ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് വിത്ത് ദി രജിസ്ട്രാർ. സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വേഗം രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ സബ്മിറ്റ് ചെയ്യണം. അതാണ് സെക്ഷൻ 30 സബ്സെക്ഷൻ 7 റെഡ് അലോങ് വിത്ത് റൂൾ 30 ഓഫ് ദി കമ്പനീസ് ഇൻകോർപ്പറേഷൻ റൂൾസ് 2014 റിക്വസ്റ്റ് എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദി ഓർഡർ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡറിൻ്റെ സർട്ടിഫൈഡ് കോപ്പി approving the alteration to be filed by the company with the registrar of each of the states within a period of 30 days. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 2 സ്റ്റേറ്റിൽ, അതായത് ഒരു സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിൽ നിന്നാണോ പോകുന്നത്, ഏത് സ്റ്റേറ്റിലോട്ടാണോ പോകുന്നത്, ഈ 2 രജിസ്റ്റേർഡ് ഓഫീസിലും നമ്മൾ വിത്തിൻ 30 daysനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതാണ് രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റെപ്സ്. അടുത്തത് ചേഞ്ച് ഇൻ ഒബ്ജക്റ്റീവ്സ് ക്ലോസ്. ഒരു കമ്പനി എന്തിനാണോ ഫോം ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേർപ്പസ്, അതായത് അതിൻ്റെ ഒബ്ജക്റ്റീവ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ആൾട്രേഷൻ ഓഫ് ഒബ്ജക്ട്സ് ക്യാൻ ബി മേ ബി ഡിവൈഡഡ് ഇൻറ്റു 2. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാത്ത കമ്പനിയുടെ ഒബ്ജക്ട്സ് എങ്ങനെ ഓൾട്ടർ ചെയ്യാം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ഒബ്ജക്ട്സ് എങ്ങനെ ഓൾട്ടർ ചെയ്യാമെന്ന് പറഞ്ഞ് 2 കാറ്റഗറിയിലായിട്ടാണ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാത്ത കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്ജക്ട്സ് അവർക്ക് തന്നെ മാറ്റാവുന്നതാണ്.
പക്ഷേ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു പബ്ലിക് കമ്പനിയാണ്, ഒരു പബ്ലിക് ക്യാഷ് ഉള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്യൂ ഓൾറെഡി റേസ് ചെയ്ത ക്യാപിറ്റലിൻ്റെ അൺയൂട്ടിലൈസ്ഡ് മണി അവരുടെ കയ്യിലുണ്ടെന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു 2 crore ക്യാഷ് അവർ ഓൾറെഡി പബ്ലിക്കിൽ നിന്ന് റേസ് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ളി അവർ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അവരുടെ ഒബ്ജക്റ്റീവ്സ് മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആരുടെ അടുത്തു നിന്നൊക്കെയാണോ വാങ്ങിച്ചത് അതിൻ്റെ ഫുൾ മെമ്പേഴ്സിൻ്റെ റിട്ടേൺ കൺസെൻറ്റ് വേണം. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഈ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് മാറ്റുന്നതിന് കുഴപ്പമില്ല എന്നുള്ള റിട്ടേൺ കൺസെൻറ്റ് വാങ്ങിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരുടെ ഒബ്ജക്റ്റീവ് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അതേമാതിരി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷന് പാസ്സാക്കണം, പോസ്റ്റൽ ബാലറ്റ് വഴി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതേമാതിരി ഓരോ മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്നും അവരെ കൺസെൻറ്റ് വാങ്ങിക്കണം. എത്രത്തോളം അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഉണ്ടോ അതും എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ചേഞ്ച് ഇൻ ലയബിലിറ്റി ക്ലോസ്. ഇപ്പം ലയബിലിറ്റി, കമ്പനിയുടെ ലയബിലിറ്റീൻ്റെ കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിന് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ദ കമ്പനീസ് ആക്ട് 2002 the rules made thereunder do not contain any provision with respect to the alteration of liability clause. ലയബിലിറ്റി ക്ലോസ് ചേഞ്ച് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ക്ലോസ് ഒന്നും കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിട്ടില്ല. However, since the relationship between a member and the company is a contractual relationship, the liability of a member of a company cannot be increased unless the member agrees in writing. അതായത് കമ്പനീൻ്റെയും മെമ്പറിൻ്റെയും ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഒരു മെമ്പറിൻ്റെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം വേണം, റൈറ്റിങ്ങിൽ അവരുടെ അനുവാദം വേണം. അതിനകത്ത് ഓരോ മെമ്പറിൻ്റെയും അനുവാദം, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് മാറ്റുന്നത് പോലെ തന്നെയാണ് ഇതും. എല്ലാ മെമ്പേഴ്സിൻ്റെയും കൺസെൻറ്റ് വേണം അവരുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ. ഇനി ഇൻക്രീസ് ഇൻ ലയബിലിറ്റി മേ ബി ബൈ ദി വേ ഓഫ് സബ്സ്ക്രൈബിംഗ് ഫോർ മോർ ഷെയർസ് ദാൻ ദി നമ്പർ ഹെൽഡ് ബൈ ഹിം അറ്റ് ദി ഡേറ്റ് ഓൺ വിച്ച് ദ ഓൾട്ടറേഷൻ ഈസ് മെയ്ഡ് ഓർ ഇൻ എനി അതർ മാനർ. കൂടുതൽ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാകാം ചിലപ്പം ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലാതെ വേറെ എന്തെങ്കിലും മെത്തേഡ് വെച്ചിട്ടാകാം. എങ്ങനെയാണെങ്കിലും അതിൻ്റെ കൺസെൻറ്റ് ആ മെമ്പറിൻ്റെ അടുത്ത് നമ്മൾ വാങ്ങിക്കണം. ഇൻ കേസ് ഓഫ് അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആണെന്നുണ്ടെങ്കിൽ ലയബിലിറ്റി ഡിഗ്രീസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, ലിമിറ്റ് ചെയ്യണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്യണം. ദ ഓൾട്ടറേഷൻ വിൽ ഹവർ നോട്ട് അഫക്റ്റ് എനി ഡെപ്റ്റ്സ്, ലയബിലിറ്റീസ്, ഒബ്ലിഗേഷൻസ്. അതായത് കമ്പനിക്ക് ഓൾറെഡി ഉള്ള ലയബിലിറ്റിക്കോ ഡെപ്റ്റ്സിനോ ഒബ്ലിഗേഷനോ ഒന്നും അത് എഫക്റ്റ് ചെയ്യില്ല. അൺലിമിറ്റഡ് കമ്പനി ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റാനാണെങ്കിലാണ് ഈ പറഞ്ഞത്. അതിന് മെമ്പേഴ്സിൻ്റെ അടുത്ത് പെർമിഷൻ വാങ്ങിക്കുക, അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല. അടുത്തത് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ക്ലോസ്. സെക്ഷൻ 61 provides that if the articles authorize a company limited by share capital may by an ordinary resolution pass in general meeting alter the conditions of its memorandum in regard to capital so as. അതായത് ഷെയർ ക്യാപിറ്റലുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 61 പ്രകാരം ഒരു ഓർഡിനറി റെസൊല്യൂഷൻ ജനറൽ മീറ്റിങ്ങിൽ പാസ്സാക്കി കഴിഞ്ഞാൽ മെമ്മോറാൻഡത്തിൽ ക്യാപിറ്റൽ ക്ലോസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. To increase its authorized share capital by such amount as it thinks expedient. അതായത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയും. അതേമാതിരി to consolidate and divide all or any of its share capital into shares of larger amount. അതായത് ഓൾറെഡി ഉള്ള ഷെയർസ് ആണ്. ഇപ്പോൾ 10 ഷെയർസ് ആണ്, ₹10 ആണ് ഓരോ ഷെയറിന് വില എന്നുണ്ടെങ്കിൽ അത് ഒറ്റൊരു ഷെയർ ആക്കാം. അതായത് ₹100ൻ്റെ സിംഗിൾ ഷെയർ ആക്കി മാറ്റാം. അതായത് നമ്പർ ഓഫ് ഷെയർസിൻ്റെ എണ്ണം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേമാതിരി പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി മാറ്റാൻ കഴിയും. അതേമാതിരി ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സ്റ്റോക്ക്, ഷെയർസ് സ്റ്റോക്കാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതേമാതിരി സ്റ്റോക്ക് ഷെയർസ് ആയിട്ട് വേണമെങ്കിലും മാറ്റാം. അതേമാതിരി ഇപ്പോൾ വലിയ വാല്യൂ ഉള്ള ഷെയർസ് ആണ്, അതായത് ഇപ്പോൾ 100 rupeesൻ്റെ ഒരു ഷെയറിന് 100 rupees ആണെന്നുണ്ടെങ്കിൽ അത് സബ് ഡിവൈഡ് ചെയ്ത് ₹10 per ഷെയർ എന്ന് വേണമെങ്കിൽ സ്മോളർ എമൗണ്ടിൻ്റെ ഷെയർ ആക്കിയിട്ട് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. അതേമാതിരി ടു ക്യാൻസൽ ഷെയർസ് റെസൊല്യൂഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഷെയർസ് വാങ്ങിച്ചിട്ടില്ല, അൺസബ്സ്ക്രൈബ്ഡ് ഷെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാൻസലാക്കി കളയാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതൊക്കെ മെമ്മോറാൻഡത്തിൽ ഓൾട്ടർ ചെയ്യാവുന്നതാണ് ഷെയർസിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഈ കാര്യങ്ങൾക്കൊക്കെ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി ജനറൽ മീറ്റിംഗ്. എന്നാൽ ഈ ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും ക്യാപിറ്റൽ ക്ലോസിൻ്റെ കാര്യത്തിൽ. അപ്പം അതാണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ. താങ്ക് യു.